ശ്രീ രാജു പി നായർ, എന്തായാലും അവിടെ ഇപ്പം നിലമ്പൂരിൽ ഇപ്പം ഡോക്ടർ ഷിനാസോ അല്ലെങ്കിൽ ഷെറോൺ, ഞാൻ മോശക്കാരെന്ന് പറയുകയല്ല, ഡോക്ടർ ഷിനാസോ ഷെറാണ റോയിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉള്ളതിനേക്കാൾ ഇപ്പോൾ ശ്രീ രാജു പി നായർ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി ഇറങ്ങുമ്പോൾ അവിടെ ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നു, അവിടെ പോയി ഇറങ്ങുന്നു, അവിടെ കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യത, ആദ്യം തന്നെ രാഹുലിൻ്റെ വലിയ ഒരു മെഗാ റാലി, അതൊക്കെ ഞാൻ പറഞ്ഞ ഈ തിയേറ്ററിക്സും ബൈ ഇലക്ഷനിൽ ഒരു കാര്യമാണല്ലോ ശ്രീ രാജു പി നായർ. ആ സർപ്രൈസ് ഫാക്ടർ ആര്യാടൻ ഷൗക്കത്തിന് ഇല്ലാതെ പോയി. അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. ആര്യാടൻ അവിടെ പഞ്ചായത്ത് മെമ്പറായി മത്സരം ജയിച്ച് പഞ്ചായത്ത് അധ്യക്ഷനായി, അവിടെ ആൾക്കാരെ അറിഞ്ഞ ആ സർപ്രൈസ് ഫാക്ടർ അവിടെ ഉണ്ടായില്ല. പക്ഷേ ഈ പറയുന്ന സ്വരാജ് സർപ്രൈസ് ഫാക്ടറാണ്. നാളെ പോയി ഇറങ്ങുമ്പോഴേക്കും LDF അവർക്ക് കഴിയാവുന്ന പോലെ ജനസാഗരം തീർത്ത് സ്വരാജിനെ സ്വീകരിക്കും. ഇതൊക്കെ ഒരു ഫാക്ടർ ആവില്ലേ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ശ്രീ രാജു പി നായർ? ഹാഷ്മി, ഒരാൾ ജനിച്ച് വളർന്ന മണ്ഡലത്തിൽ അയാൾ സർപ്രൈസ് ഫാക്ടർ ആവണമെന്ന് പറഞ്ഞാൽ ആ നാടുമായിട്ട് എത്രമാത്രം ബന്ധമില്ലെന്നല്ലേ ഹാഷ്മി ട്രോൾ ചെയ്തതല്ലേ സ്വരാജിനെ? എനിക്ക് മനസ്സിലായി. ട്രോൾ ചെയ്യാണ്. കാരണം ജനിച്ചു വളർന്ന മണ്ഡലത്തിൽ മനുഷ്യനെ അറിയാത്തൊരു സർപ്രൈസുകാരനാണെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ ഹാഷ്മി? ഇല്ല, ബൈ ഇലക്ഷനിൽ സർപ്രൈസ് ഫാക്ടർ ഒരു ഘടകമാണ് ശ്രീ രാജു പി നായർ. ഞാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലായി പറഞ്ഞത്. പാലക്കാട് പോയി ഇറങ്ങുമ്പോൾ അതൊരു പുതുമയുണ്ട്. ബൈ ഇലക്ഷനോ ഇലക്ഷനോ ആയിക്കോട്ടെ ഹാഷ്മി, ബൈ ഇലക്ഷനോ ആയിക്കോട്ടെ, അയാൾ ജനിച്ചു വളർന്ന മണ്ഡലത്തിൽ സർപ്രൈസ് ആവുന്നു പറഞ്ഞാൽ ജനമായിട്ട് അത്രമാത്രം ബന്ധമില്ലാത്ത ഒരാളല്ലേ ഹാഷ്മി? എന്ന് നോക്കൂ, ഞാൻ അദ്ദേഹത്തിന്റെ ദാർശനികതയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതേതരത്വം ഒക്കെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. കേരളത്തിന്റെ ADGP ആയിട്ടുള്ള ഒരാൾ തീവ്രവാദി സംഘടനയായ RSSന്റെ 2 തലമുതിർന്ന നേതാക്കന്മാരെ 10 ദിവസത്തിനുള്ളിൽ കണ്ടതിനു ശേഷം സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുത്തു, സ്വീകരിച്ചു? അതിനോട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? മതേതരത്വത്തിന്റെയൊക്കെ നിലപാടെടുക്കണം എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുമ്പോഴാണ് നിലപാടെടുക്കുക. ഒരു കാര്യം ഞാൻ ഹാഷ്മിയോട് ഉറപ്പിച്ചു പറയാം. ഈ അജിത് കുമാറിന്റെ സംഭവം ഉണ്ടാകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ അതിന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ ആദ്യം ശബ്ദം ഉയർത്തുന്ന ആളുകളിൽ ഒരാൾ ഞാനായിരിക്കും. ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിലൊരു RSSന്റെ തീവ്രവാദി സംഘത്തിന് കേരളത്തിൽ ഇടം കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാത്ത മതേതരത്വം എന്തിനാ സ്വരാജിന്റെ മതേതരത്വം കേരളത്തിന്? രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞത്ത് ആ ഉദ്ഘാടനത്തിന് ആദ്യം വന്നിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അങ്ങ് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തില്ല, എന്തിനാണ് നരേന്ദ്രമോദിയെ കെട്ടിയെടുക്കാൻ ഈ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ കൊണ്ട് ഇടം കൊടുത്തത് എന്ന് ചോദിക്കാൻ കഴിയാത്ത മതേതരത്വം എന്തിനാണ് നമുക്ക് ആവശ്യമുണ്ടോ? ഞാൻ വലിയ മതേതരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറി നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ പാർട്ടിയോ സമൂഹത്തിലോ അത്തരത്തിൽ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്രമാത്രം വലിയ അവസ്ഥ ഉണ്ടാവുമ്പോൾ അത് ചോദിക്കാൻ നട്ടെല്ലിന് ഉറപ്പില്ലെങ്കിൽ ആ മതേതരത്വം കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് കാര്യം ഹാഷ്മി? മുനമ്പത്ത് ആ ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് മുഴുവൻ ഇസ്ലാമോഫോബിയ കത്തിച്ചു, ഇല്ലേ? വലിയ രീതിയിൽ കത്തിച്ചു. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 സംസാരിക്കണമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് അന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ കഴിയാത്ത മതേതരത്വം നമുക്കെന്തിനാ? അപ്പം മതേതരത്വം എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒന്നല്ല. പൊതുരാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തകർ അതിനെ ഉയർത്തിപ്പിടിക്കാനും അത് ലംഘിക്കപ്പെടുന്നത് ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ്. ആ ആർജവം സ്വരാജിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മതേതരത്വം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഗുണമുണ്ടാകും, സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇവിടെ ഷാഫി ചാലിയവും ഞാനും പറഞ്ഞല്ലോ, നിലമ്പൂരിലെ വിഷയങ്ങൾ ഇടപെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ജനവുമായിട്ട് യാതൊരു, അതുകൊണ്ടാണ് അങ്ങ് സർപ്രൈസ് ഫാക്ടർ എന്ന് പറഞ്ഞത്. ഹാഷ്മി ഒന്ന് തൃപ്പൂണിത്തുറയിൽ വന്നിട്ട് തൃപ്പൂണിത്തുറയിലെ ഏതെങ്കിലും ഓട്ടോ സ്റ്റാൻഡുകളിൽ കിടക്കുന്ന ഓട്ടോറിക്ഷക്കാരനോട് സ്വരാജ് MLA ആയിരുന്നപ്പോൾ അയാൾ താമസിച്ചിരുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചു നോക്കണം. നിങ്ങളൊരു സ്റ്റോറി ചെയ്യാം. ഈ തൃപ്പൂണിത്തുറയിലുള്ള ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ അത് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരാം. തൃപ്പൂണിത്തുറക്കാർക്ക് എന്താ പറയുക, കണ്ടു കിട്ടാൻ കഴിയാത്ത ഒരു MLA. അതുകൊണ്ടാണല്ലോ ആ പാർട്ടിക്കകത്ത് തന്നെ ചില ആൾക്കാർ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാതെ പോയതും അവർക്കെതിരെ പിന്നെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നത്, ഇല്ലേ? ഇപ്പൊ അൻവറിനെ കുറിച്ചാണ് സനോജിന്റേത്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് പറയുമ്പോൾ അൻവറിനെ കുറിച്ചാണ്. അൻവറിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ തൃപ്പൂണിത്തുറയിൽ സ്വരാജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് സ്വരാജിനെ പരാജയപ്പെടുത്താൻ നീക്കമുണ്ടായിരുന്നോ? അല്ല, അങ്ങ് ഇത് പറഞ്ഞാൽ മതി. അങ്ങ് ഇത് പറഞ്ഞ സ്വരാജിനെ പരാജയപ്പെടുത്താൻ അങ്ങയുടെ പാർട്ടിക്കകത്തു നിന്ന്, CPM-നകത്തു നിന്ന് നീക്കമുണ്ടായിരുന്നോ? അങ്ങ് പറയൂ. നീക്കമുണ്ടായിരുന്നോ എന്ന് അങ്ങ് പറയൂ. എന്തായാലും അങ്ങ് ഇടപെടുകയാണല്ലോ, അപ്പൊ ഇതൊന്ന് പറയൂ. അല്ല ശ്രീ VK സനോജ്,
ഞാൻ പറഞ്ഞു ഇതൊക്കെയും ബാക്കി 20 ദിവസങ്ങളിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോകുന്നത് രൂക്ഷമായ വാക്പോരാണ്. ആ വാക്പോരിൽ ഉയരാൻ പോകുന്ന വാദമുഖങ്ങളാണ് കേട്ടോ ശ്രീ രാജു പി നായരും ശ്രീ ഷാഫി ചാലുവും പറഞ്ഞത്. ശ്രീ സനോജ്. അല്ല ഹാഷ്മി, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ സംഭവിച്ചത് സ്വന്തം പാർട്ടിക്ക് പോലും അനഭിമതനായിട്ട് വിമതപ്രവർത്തനം ഉണ്ടായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ജനങ്ങൾ പരാജയപ്പെടുത്തുകയാണ്. ആ പരാജയപ്പെടുത്തിയ MLA ഇപ്പൊ നിലമ്പൂർ അവതരിപ്പിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ ഉണ്ടായ പരാജയത്തെക്കാൾ കൂടുതൽ വലിയ പരാജയം അവിടെ ഇതാണ്. തൃപ്പൂണിത്തുറയേക്കാൾ വലിയ തിരിച്ചടി സ്വന്തം ജന്മനാട്ടിൽ കിട്ടും. അതിനകത്ത് യാതൊരു സംശയവും ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അൻവറിന്റെ നിലപാട് കൊണ്ട് CPM നിന്ന് ഭിന്നിച്ചു പോകുന്ന വോട്ടുകൾ, ആ വോട്ടുകൾ പിടിച്ചു നിർത്തുക. അതിനു വേണ്ടിയിട്ട് പാർട്ടി ചിഹ്നമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു.